അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ശരിക്കും ഒരു വ്യക്തിക്ക് ലൈഫിലെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അതിജീവിക്കണമെങ്കിൽ നല്ലൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം. ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് വേണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട എന്താണ്? നമ്മുടെ വികാരങ്ങളെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അതായത് ഏത് സമയത്ത് ദേഷ്യം വരുന്നു, ഏത് സമയത്ത് ഏത് ഇമോഷനാണ് നമുക്ക് വരുന്നത്, അത് എന്തുകൊണ്ടാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ നോക്കിക്കണ്ട് മനസ്സിലാക്കണം. പിന്നെ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് അവരുടെ ഇമോഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് രണ്ടും ടാലി ചെയ്ത് ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറിൽ നമ്മൾ സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇമോഷൻസ് അറിയുന്നത് പോലെ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴും നമ്മൾ വളരെ കാമായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ ഏതൊരു പ്രഷറൈസിങ് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ അല്ലെങ്കിൽ എടുത്തു ചാടി റെസ്പോൺസ് ചെയ്യാതെ നമുക്ക് വളരെ കാമായിട്ട് അത് നിന്ന് ആലോചിച്ച് ഇത് നല്ലതിനാണോ അല്ലെങ്കിൽ ഇത് വേണോ ഇത് പറയണോ എന്ന് ആലോചിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിനെ മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ അതിനെ തിരിച്ചറിയുക, നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ മനുഷ്യനാണ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് നമ്മൾ ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ദേഷ്യം എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഒരു അസുഖമാണ് കാരണമെങ്കിൽ നമ്മൾ ആ കാരണം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിവെൻഷൻസും കാര്യങ്ങളും എടുക്കുക. അപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സെൽഫ് അവയർനെസ്സിന് നമ്മുടെ ലൈഫിൽ മെയിനായിട്ടും 5 കാര്യങ്ങളെങ്കിലും നമുക്ക് വേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെയാണ് സെൽഫ് അവയർനെസ്, പിന്നത്തെ സെൽഫ് കൺട്രോൾ, പിന്നെ എമ്പതി, സോഷ്യൽ സ്കിൽസ്, മോട്ടിവേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തിക്ക് ഉണ്ടാവേണ്ട സ്കില്ലുകളാണ്. ഇതാണ് സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഏത് ഇമോഷൻ ആണെങ്കിലും അതിനെപ്പറ്റി നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരാം. കാരണം പെട്ടെന്ന് ദേഷ്യം വരാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേനും വിഷമം വരാം. പക്ഷെ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് പോയിന്റാണ് എമ്പതി. എപ്പോഴും നമ്മൾ എമ്പതറ്റിക് ആയിട്ടിരിക്കുക, അല്ലാണ്ട് ഒരു പേഴ്സണോട് സിമ്പതി കാണിക്കാതെ എമ്പതി. അതായത് ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. സോ നമ്മുടെ കണ്ണിൽ കൂടെ കാണാതെ അവരുടെ കണ്ണിൽ കൂടെ കണ്ട് എന്താണ് അവരുടെ പ്രശ്നം, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക. സോഷ്യൽ സ്കില്ല് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസിൽ വേണ്ട ഒരു ഘടകം കൂടിയാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും എല്ലാവരുമായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും മാക്സിമം നമ്മൾ ശ്രമിക്കുക. അതായത് കുറച്ച് റെസ്പെക്ട്ഫുള്ളായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഹേർട്ട് ചെയ്യാതിരിക്കുക, ഇൻസൾട്ടഡ് ആക്കാതെ സംസാരിക്കുക. ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ സോഷ്യൽ സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനത്തെയാണ് മോട്ടിവേഷൻ. മോട്ടിവേഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറേ ചാലഞ്ചസ് നമുക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്ത് വന്നാലും നമ്മളത് ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.